വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ആലുവ തിരുവൈരാണിക്കുളത്ത് ശ്രീ പാർവതി ദേവിയുടെ തിരുനട ഭക്തിപൂർവ്വം തുറന്നു. വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്രയോടെയാണ് നടത്തുറപ്പ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ആലുവ MLA അൻവർ സാദത്ത് മുഖ്യാതിഥിയായി എത്തി. അമ്മേ നാരായണ ദേവി നാരായണ നാമജപ മുഖരിതമായ അന്തരീക്ഷത്തിൽ തിരുവൈരാണിക്കുളത്ത് ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നു. വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്രയോടെയാണ് നടതുറപ്പ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ക്ഷേത്രോൽപത്തിക്ക് കാരണക്കാരായ പുരാതനമായ അകവൂർമന ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്ന് പകർത്തിയ ദീപവും ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും അകവൂർമനയിലെ കാരണവരായ അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നീരജ് കൃഷ്ണ, തപൻ ശങ്കർ എന്നിവരിൽ നിന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് A. മോഹൻകുമാർ, സെക്രട്ടറി AN മോഹനൻ, മാനേജർ MK കലാധരൻ എന്നിവർ സ്വീകരിച്ചു. ചടങ്ങിൽ ആലുവ MLA അൻവർ സാദത്ത് മുഖ്യാതിഥിയായെത്തി. പുഷ്പാലങ്കൃതമായ രഥത്തിൽ സ്ഥാപിച്ച തിരുവാഭരണങ്ങളും ദീപവും വാദ്യമേളങ്ങളുടെയും പൂത്താലങ്ങളുടെയും വർണ്ണക്കാവടിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രത്തിലെത്തിയ ശേഷം ദീപവും തിരുവാഭരണവും മേൽശാന്തി ഏറ്റുവാങ്ങി ശ്രീകോവിലിലേക്കെടുത്തു. ദേവിക്ക് പട്ടുടയാടയും ആഭരണങ്ങളും അണിയിച്ച് ദീപാലങ്കാരങ്ങൾ പൂർത്തിയായെന്ന് അറിയിച്ച ഉടനെ നട തുറക്കുന്നതിന് ആചാരവിധിപ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര ഊരാഴ്മക്കാരായ അകവൂർ, വെടിയൂർ, വെൺമണി മനകളിലെ പ്രതിനിധികളും ഉത്സവ നടത്തിപ്പിനായി ദേശക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ള സമുദായം തിരുമേനിയും ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികൾ ശ്രീ പാർവതി ദേവിയുടെ പ്രിയ തോഴിയായി സങ്കല്പിക്കപ്പെടുന്ന പുഷ്പിണിയും നടയ്ക്കൽ സന്നിഹിതരായി. തിരുമേനി നട തുറന്നാലും എന്ന് പുഷ്പിണി അറിയിച്ചതോടെ ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നു. ദീപാരാധനയ്ക്ക് ശേഷം ദേവിയെ പാട്ടുപുരയിലേക്ക് ആനയിച്ചിരുത്തി. തുടർന്ന് ദേവിയുടെ തിരുനടയിൽ വ്രതം നോറ്റ മങ്കമാർ തിരുവാതിര ചുവട് വെച്ച് പൂത്തിരുവാതിര കൊണ്ടാടി. നട തുറപ്പിന്റെ 12 നാളുകളിൽ ശ്രീകോവിൽ രാത്രി തുറന്നിരിക്കും. പുലർച്ചെ ദർശനത്തിന് മുന്നോടിയായി ദേവിയെ ശ്രീകോവിലിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കും. ഭക്തരുടെ സുഗമമായ ദർശനത്തിന് വിശാലമായ ക്യൂ ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ഒരുക്കിയിട്ടുണ്ട്. ക്യൂവിൽ തന്നെ വഴിപാടുകൾ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ജനറൽ ക്യൂവിന് പുറമെ ദർശനം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനവുമുണ്ട്. ദേവീ പ്രസാദമായ അരവണ പായസം, അപ്പം, അവൽ നിവേദ്യം എന്നിവ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കും. ദേവിയുടെ പ്രധാന വഴിപാടായ മഞ്ഞൾപ്പറ, മഹാദേവന് എള്ളുപറ മുതലായ പറകൾ നിറയ്ക്കുന്നതിന് നടയിൽ തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും. രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും 2 മുതൽ രാത്രി 9 വരെയുമാണ് ദർശന സമയം. ന്യൂസ് ബ്യൂറോ, കാലടി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.